മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു യാത്രയല്ല മുസ്ലിം ലീഗിന്റെ ഈ യാത്ര. എല്ലാ നാട്ടിലുമുള്ള നമ്മളൊക്കെ വിളിക്കാറുള്ള SLV-കൾ, സ്ഥിരം ലീഗ് വിരോധികൾ, അവർക്കൊന്ന് മറുപടി പറയാൻ ഒരു യാത്ര നടത്തിക്കളയാം എന്ന ഉദ്ദേശത്തിലല്ല ലീഗ് ഈ യാത്രയുമായി കടന്നു വന്നത്. അങ്ങനെ ലീഗ് വിരോധികൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ തൃപ്തിയാകും എന്ന വിശ്വാസവും ലീഗിനില്ല. അങ്ങനെ ലീഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്നോ ഈ പച്ചക്കൊടിയും പിടിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അത്തരക്കാരെ ബോധ്യപ്പെടുത്താൻ നമുക്കാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്. മുമ്പൊരാൾ, ഒരു കണ്ണ് കാണാത്ത ആള് ഒരു മരിച്ച വീട്ടിൽ ചെന്ന ഒരു കഥയുണ്ട്, ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഒരു കണ്ണ് കാണാത്ത ആൾ ഒരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഇയാൾ എങ്ങനെയാ മരിച്ചത്? അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ആള് പറഞ്ഞു, ഇയാൾ മോര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോര് തരിപ്പ് പോയിട്ട് മരിച്ചതാണ്. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആള് ചോദിച്ചു, ഈ മോരെന്ന് പറഞ്ഞ സാധനം എന്താണ്? ഞാൻ ജന്മനാ കണ്ണ് കാണാത്ത ആളാണ്, മോര് ഞാൻ കണ്ടിട്ടില്ല, എന്താണ് മോരെന്ന് ചോദിച്ചു. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു, പാല് പോലെയുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ണുവട്ടം പറഞ്ഞു, ഞാൻ പാലും കണ്ടിട്ടില്ല മോരും കണ്ടിട്ടില്ല, എന്താ പാലെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അതൊരു വെളുത്ത സാധനമാണ്, വെളുത്ത നിറമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആൾ വീണ്ടും പറഞ്ഞു, സുഹൃത്തെ, ഞാൻ വെളുപ്പ് നിറം എനിക്കറിയില്ല, എന്താണ് വെളുപ്പ് നിറം എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും ഇയാൾ പറഞ്ഞു, അത് നമ്മളെ പാടത്തൊക്കെ ഉണ്ടാകുന്ന കൊക്കില്ലേ, കൊക്കിന്റെ നിറാണ് വെളുപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ചൂടായി. കണ്ണ് കാണാത്ത ആൾ പറഞ്ഞു, ഞാൻ കുറെ നേരമായി നിങ്ങളോട് പറയുന്നു, ഞാൻ ജന്മനാ കണ്ണ് കാണാത്ത ആളാണ്, അന്ധനാണ്, എനിക്ക് കാഴ്ച ശക്തിയില്ല, ഇതൊന്നും എനിക്കറിയില്ല, എന്താണ് പാടത്തെ കൊക്കെന്ന് ചോദിച്ചു. പിന്നെ ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഗത്യന്തരമില്ലാതെ ഇയാൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെയാണ് കൊക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആൾ ഇങ്ങനെ തടവി നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലുള്ള മോര് കുടിച്ച ആരും മരിച്ചോ എന്ന് പറഞ്ഞു. സത്യത്തിലാണ് അങ്ങനെയാണ് ചില സ്ഥിരം ലീഗ് വിരോധികൾ. അവരോട് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുത്താലും അവർക്ക് ഇതുപോലെ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ലീഗ് വിരോധികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനല്ല പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള യാത്രയുമായി കടന്നു വന്നത്. നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ് സുഹൃത്തുക്കളെ. രാജ്യം ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ്. രാജ്യത്ത് വലിയ തോതിലുള്ള അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, രാജ്യത്ത് ആദ്യമായിട്ടാണ് അസഹിഷ്ണുത ഉണ്ടായത്? ശരിയാണ്, രാജ്യത്ത് ആദ്യമായിട്ടല്ല. സ്വതന്ത്ര ഇന്ത്യയുടെ മുമ്പും പിമ്പും ഒക്കെ രാജ്യത്ത് അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ഭരണകൂടം അസഹിഷ്ണുത സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾ നോക്കും, മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ദാദ്രി ഗ്രാമത്തിലെ ഒരു മധ്യവയസ്കൻ എന്തിനാ കൊല്ലപ്പെട്ടത്? തന്റെ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ബീഫല്ല, അത് ആട്ടിറച്ചിയായിരുന്നു എന്ന് പിന്നീട് പരിശോധനയിൽ തെളിഞ്ഞു. എന്തോ ആകട്ടെ, അത് ആട്ടിറച്ചിയല്ല, അത് പന്നിറച്ചിയല്ല, ഏതിറച്ചിയുമാകട്ടെ, ഒരു ഇറച്ചി സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ രാജ്യത്തൊരു മധ്യവയസ്കൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. മുഹമ്മദ് അഖ്ലാഖിന്റെ മകൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. എന്തിന്? തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ. ആ നാട് സന്ദർശിച്ച 2 MP-മാർ, ഇന്ത്യയുടെ പാർലമെന്റിലെ 2 അംഗങ്ങൾ സാക്ഷി മഹാരാജും യോഗി ആദിത്യനാഥും പറഞ്ഞു, നിങ്ങൾക്ക് ബീഫ് കഴിക്കണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്ന്. അവിടെയാണ് രാഷ്ട്രീയം സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ് നിങ്ങൾ റഷ്യയിൽ പോകണം എന്ന് പറയാത്തത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ബീഫ് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രം റഷ്യയാണ്. ബീഫ് കഴിക്കുന്നതിന്റെ പേരിലാണെങ്കിൽ യോഗി ആദിത്യനാഥും സാക്ഷി മഹാരാജും പറയേണ്ടത്, ബീഫ് കഴിക്കണമെങ്കിൽ നിങ്ങൾ റഷ്യയിൽ പോകണം എന്നായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ പോകണം എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പോകണം എന്ന് പോലും പറയാതിരുന്നത്? പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശത്രുരാജ്യമാണ്, ശത്രുരാജ്യം, എനിമിറ്റി കൺട്രി. ശത്രുരാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് സ്നേഹമില്ലാത്ത, ദേശസ്നേഹമില്ലാത്തവരാണ് ബീഫ് കടിക്കുന്നവർ എന്ന ഒരു ചിന്ത രാജ്യത്തെ ജനവിശ്വാസികളുടെ മനസ്സിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അത് പറയുന്നതിന് പിന്നിൽ മറ്റൊരു ചേതോവികാരം കൂടി ഉണ്ട്. ബീഫ് കഴിക്കുന്നവരാരാണ്? മുസ്ലിങ്ങളാണ്. അവർ പോകേണ്ട സ്ഥലം എവിടെയാണ്? പാകിസ്ഥാനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നവർ മുസ്ലിങ്ങളാണോ? രാജ്യത്തെ കണക്കുകൾ പരിശോധിക്കട്ടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നവർ മുസ്ലിങ്ങളല്ല, ദളിതരാണ്. നീ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നവർ മുസ്ലിങ്ങളാണോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നവർ മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളാണ്. പിന്നെ എന്തിനാ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞത്?
രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കണം. എന്തിനാ ഗോവിന്ദ് പൻസാര കൊല്ലപ്പെട്ടത്? എന്തിനാണ് ധബോൽക്കർ കൊല്ലപ്പെട്ടത്? എന്തിനാണ് തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ തന്റെ എഴുത്ത് അവസാനിപ്പിച്ചത്? സംഘപരിവാരങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എഴുതിയതിന്റെ പേരിൽ. രാജ്യത്തെ സംസ്കാരം ഇതാണോ? രാജ്യത്തെ സംഘപരിവാരങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, നമ്മുടെ സംസ്കാരം എന്താണ്? നിങ്ങൾക്കറിയോ, ഇക്കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോ വനിതകളുടെ കബഡി മത്സരം നടന്നപ്പോ ആ വനിതകളുടെ കബഡി മത്സരത്തിൽ ഇന്ത്യയുടെ വനിതകളും ഇറാനിലെ വനിതകളും തമ്മിൽ ഏറ്റുമുട്ടി. മാർസി എഷാഗി എന്ന് പറയുന്ന ഇറാനിലെ കളിക്കാരി ഇന്ത്യയുടെ കോർട്ടിലേക്ക് വന്നപ്പോ ഇന്ത്യയിലെ പുലിക്കുട്ടികളുടെ മുമ്പിൽ അകപ്പെട്ട് അവിടെ വീണു. ആ കളിയിൽ ഇറാൻ തോറ്റുപോയി. അവിടെ വീണ മാർസി എഷാഗിയുടെ ശിരോവസ്ത്രം അല്പം ഒന്ന് നീങ്ങി, പരിഭ്രമിച്ചു പോയി മാർസി എഷാഗി. ഉടനെ ഇന്ത്യൻ കളിക്കാർ ഓടി വന്ന് ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ച് ശിരോവസ്ത്രം നേരെയാക്കി കൊടുത്തു. കളി കഴിഞ്ഞപ്പോൾ പത്രക്കാർ ഓടിയെത്തി ഇന്ത്യൻ കളിക്കാരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ശിരോവസ്ത്രം നേരെയാക്കിയത്? ഇന്ത്യൻ ക്യാപ്റ്റൻ തേജസ്വിനി ബായി പറഞ്ഞു, ആ പെൺകുട്ടിയുടെ തലയിലുള്ള ശിരോവസ്ത്രം അല്പമൊന്ന് നീങ്ങിയപ്പോ ആ പെൺകുട്ടിയുടെ മുഖത്തെ പരിഭ്രമം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഏത് രാജ്യമാണെന്ന് അറിയുമോ? ഇന്ത്യ. സ്വന്തം മതവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ മാത്രമല്ല, അന്യന്റെ മതത്തെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ തേജസ്വി ഭായ് ആ പത്രക്കാരോട് പറഞ്ഞു. നമ്മുടെ സംസ്കാരം അതാണ്. പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് പ്രസംഗിച്ച പ്രാസംഗികന്മാർ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്. നിങ്ങൾ ഏത് സംസ്കാരം എടുത്തു പരിശോധിച്ചാലും ഇന്ത്യയെ പോലെ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരു രാജ്യം ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു കൊച്ചുകുട്ടി ഇന്ത്യയുടെ ഭൂപടം വലിച്ചു കീറി ഒരാൾക്കൂട്ടത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ആർക്കെങ്കിലും സാധിക്കോ ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ? അവിടെ തടിച്ചുകൂടിയ ആളുകൾ മുഴുവനും കിണഞ്ഞു പരിശ്രമിച്ചു. ഒരാൾക്ക് പോലും ഇന്ത്യയുടെ ഭൂപടം യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ടു പോയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ തിരിച്ച് ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിനക്ക് സാധിക്കോ ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ? ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല, നിനക്ക് കഴിയോ? ആ കുട്ടി വളരെ നിഷ്പ്രയാസം ഇന്ത്യയുടെ ഭൂപടം യോജിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ആളുകൾക്ക് അത്ഭുതമായി. ആളുകൾ ചോദിച്ചു, മോനെ, നിനക്ക് എങ്ങനെ സാധിച്ചു? ഇന്ത്യയുടെ ഭൂപടം വരച്ചു പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഈ കൂട്ടത്തിലുണ്ട്. അവർക്കാർക്കും സാധിക്കാത്തത് എങ്ങനെയാണ് ഇത്ര നിഷ്പ്രയാസം നിനക്ക് സാധിച്ചത്? ആ കുട്ടി പറഞ്ഞു, ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മറുഭാഗത്ത് ഒരു മനുഷ്യന്റെ ചിത്രമുണ്ടായിരുന്നു. ആ മനുഷ്യനെ യോജിപ്പിച്ചപ്പോ രാജ്യം നേരെയായി. മനുഷ്യൻ യോജിച്ചാൽ രാഷ്ട്രം നേരെയാകും എന്ന ഒരു മഹത്തായ സന്ദേശം ഉയർത്തിയാണ് മുസ്ലിം ലീഗിന്റെ ഈ കേരള യാത്ര ഈ നാട്ടിലൂടെ കടന്നു പോകുന്നത് എന്ന അഭിമാനത്തോടു കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ സംസ്കാരം അതാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചിലര് പറയും, ഇവിടെ ലീഗ് അങ്ങനെയൊക്കെ. ബഹുമാനപ്പെട്ട KM ഷാജി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലിയും ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചിലർ ചോദിക്കും, ലീഗ് എന്ത് ചെയ്തു? ലീഗ് വലിയ വായിൽ വർത്തമാനം പറയുന്നു, എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് 2 അംഗങ്ങളുണ്ട്, രാജ്യസഭയിൽ 1 അംഗമില്ലേ? അവർക്ക് എന്താ പറയുന്നത്? ഞങ്ങളല്ലേ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്? കേരളത്തിൽ ലീഗ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയോ? ഞങ്ങളല്ലേ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്. ആര്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ, ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്? ലീഗ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയോ? കോൺഗ്രസ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയോ? ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടി, ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത് കേരളത്തിലാണല്ലോ. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സംഘപരിവാരങ്ങൾക്കെതിരെയുള്ള നിലപാടിൽ അവരുടെ നിലപാട് എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, രാജ്യം മുഴുവനും ശ്വാസമടക്കി പിടിച്ച് കാത്തുനിന്ന ഒരു തെരഞ്ഞെടുപ്പ് ബീഹാറിൽ കഴിഞ്ഞുപോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? രാജ്യം മുഴുവനും ജനങ്ങൾ മുഴുവനും ശ്വാസമടക്കി പിടിച്ച് കാത്തുനിന്ന ഒരു തെരഞ്ഞെടുപ്പ്. ബീഹാറിലെ നിതീഷ് കുമാറിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി അമിത്ഷായുടെ, നരേന്ദ്രമോദിയുടെ BJP സംഘപരിവാരങ്ങൾ രാജ്യത്തിന്റെ അധികാര കസറയിൽ, ബീഹാറിന്റെ അധികാര കസറയിൽ കടന്നു വരുമോ എന്ന ആശങ്കയോടെ നോക്കിക്കണ്ട തെരഞ്ഞെടുപ്പ്. 243 സീറ്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ രാജ്യത്തെ മതേതര വിശ്വാസികൾ മുഴുവനും നെടുവീർപ്പിട്ടു. കേവലം 55 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയി BJP. നിതീഷ് കുമാറിന്റെ JDU, ലാലു പ്രസാദ് യാദവിന്റെ RJD, രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാസഖ്യം ബീഹാറിന്റെ അധികാര കസേരയിലേക്ക് വന്നു. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ? മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നോ?
243 സീറ്റിൽ 221 സീറ്റിലും മാർക്സിസ്റ്റ് പാർട്ടി മത്സരിച്ചു. എന്നിട്ടോ ഒറ്റ സീറ്റിലും ജയിച്ചില്ല. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? BJP ജയിച്ച 55ഓളം സീറ്റുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 10ഓളം സീറ്റുകളിൽ BJP ജയിക്കാൻ കാരണമായത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതെങ്ങനെയാ? ഉദാഹരണത്തിന് ചേൻപൂർ നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിക്കുക. ചേൻപൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP ജയിച്ചത് 3836 വോട്ടിന്. CPM-കാർ ശരിക്ക് ചെവി കൊടുക്കണം. BJP ജയിച്ചത് 3836 വോട്ട്. അവിടെ CPM പിടിച്ച വോട്ട് എത്രയാ? 8563. പിപ്ര മണ്ഡലത്തിൽ BJP ജയിച്ചത് 671 വോട്ടിന്. CPM പിടിച്ചത് 2638. ഇങ്ങനെ 10ഓളം നിയമസഭാ മണ്ഡലത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJP ജയിക്കാൻ കാരണമായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം. വേറെയും ഒരു കഥ കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 80 പാർലമെന്റ് സീറ്റുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റ് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. 80. കേരളത്തിൽ 20 ഉള്ളൂ. ആ 80 പാർലമെന്റ് സീറ്റിൽ BJP 71 സീറ്റിൽ ജയിച്ചു. നിങ്ങളറിയോ, 15ഓളം പാർലമെന്റ് മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളാണ്. എത്ര മുസ്ലിം MP-മാരുണ്ട് ഉത്തർപ്രദേശിൽ? ഒരാൾ പോലും ജയിച്ചില്ല. എന്താ കാരണം? ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ പീസ് പാർട്ടി ഉൾപ്പെടെയുള്ള 30ഓളം രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. മതേതര വോട്ടുകൾ ചിഹ്ന ഭിന്നമായി പോയി. ഇനി എങ്ങനെ ഇവർ മത്സരിക്കുന്ന അറിയോ നിങ്ങൾക്ക്? ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾ സ്ഥാനാർത്ഥിയായാൽ മതി. പോസ്റ്റർ BJP-കാരെ ഒട്ടിച്ചോളും. ഫ്ലക്സ് ബോർഡുകൾ സംഘപരിവാരങ്ങൾ കൊണ്ടുവെക്കും. രാവിലെ സ്ഥാനാർത്ഥി എഴുന്നേറ്റ് വീട്ടിന് മുമ്പിൽ എത്തുമ്പോഴേക്ക് അനൗൺസ്മെന്റ് വാഹനം റെഡിയാണ്. മതേതര കക്ഷികളുടെ വോട്ടുകൾ നേടാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ, BJP-ക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ പണം അമിത്ഷാ മുടക്കും. അങ്ങനെ 30ഓളം രാഷ്ട്രീയ പാർട്ടികൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൊണ്ടാണ് ഉത്തർപ്രദേശിലെ 80 പാർലമെന്റ് സീറ്റിൽ 71 സീറ്റിലും BJP-ക്ക് ജയിക്കാൻ സാധിച്ചത്. ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു, ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ജയിച്ചു കയറാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ ബീഹാറിൽ മത്സരിച്ചത് എന്ന് ന്യായമായി സംശയിക്കത്തക്ക രീതിയിലാണ് ബീഹാറിൽ അവർ മത്സരിച്ചത്. ആ മഹാസഖ്യവുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കണം എന്ന് നമ്മൾക്കാർക്കും അഭിപ്രായമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ധാരണയെങ്കിലും നിങ്ങൾക്ക് ആയിക്കൂടായിരുന്നോ? നിങ്ങൾ ഉണ്ടാക്കിയില്ല. ആ മഹാസഖ്യവുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ പോലും നിങ്ങൾ ഉണ്ടാക്കിയില്ല. എന്നിട്ട് ഇപ്പോ കൊൽക്കത്തയിലെ പ്ലീനം കഴിഞ്ഞപ്പോ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയാണ്, എന്ത്? കോൺഗ്രസിനെ മാറ്റി നിർത്തി സംഘപരിവാരങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് പറഞ്ഞപ്പോ ലീഗ് കോൺഗ്രസിന്റെ വാലാട്ടിയാണ്, അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ലീഗ് ഈ പ്രമേയവുമായി കടന്നു വന്ന് എന്ന് പറഞ്ഞ് ലീഗിനെ പരിഹസിച്ച ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പൊ കൊൽക്കത്തയിൽ പ്രീലം ചേർന്നിട്ട് പറയുന്നു, സീതാറാം യെച്ചൂരി പറയുന്നു കോൺഗ്രസിനെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോഴേക്ക് ആര് വന്നു അധികാര കസേരയിൽ? നരേന്ദ്രമോദി അധികാര കസേരയിൽ വന്നു കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യത്തെ കുറിച്ച് നേരം വെളുക്കാൻ മിനിമം 10 കൊല്ലം വേണം. ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? എന്താ പിണറായി വിജയൻ പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞത് അതിവേഗപാത വേണം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 6 മണിക്കൂർ കൊണ്ടെത്തുന്ന അതിവേഗപാത വേണം. നമ്മുടെ ജാഥയല്ല പ്രിയമുള്ളവര്, അത് പ്രകടനമാണ്. നമ്മുടെ കുട്ടികളുടെ പ്രകടനമാണ്. ജാഥ ഇനിയും സമയം എടുക്കും. എല്ലാവരും അതാ സീറ്റിലിരിക്കുക. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ഈ യാത്രയിൽ ഇതുവരെ വളരെ അച്ചടക്കത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയത്. മുസ്ലിം ലീഗിന്റെ അച്ചടക്കത്തെക്കുറിച്ച് ഇവിടെയുള്ള പത്രമാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ആ അച്ചടക്കം നമുക്ക് ഇവിടെയും പാലിക്കണം. ആരും കസേരയിൽ നിന്ന് എഴുന്നേൽക്കരുത്. നമ്മുടെ ജാഥ ഇങ്ങോട്ട് കടന്നു വന്നാൽ പോലും, നമ്മുടെ ജാഥാ നായകൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പോലും സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയവരല്ലാതെ ആരും കസേരയിൽ നിന്ന് എഴുന്നേൽക്കരുത്. അത്ര അച്ചടക്കത്തിലാണ് നമ്മുടെ ജാഥ ഇത്രയും മുമ്പോട്ട് പോയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് മിനിമം ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 10 വർഷം വേണം. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ പിണറായി വിജയൻ പറഞ്ഞത്? നമ്മൾ 10 വർഷം മുമ്പ് കേരളത്തിന്റെ പ്രഗത്ഭനായ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീർ എക്സ്പ്രസ് വേ വേണം എന്ന് പറഞ്ഞപ്പോ എന്റെ ആടിനെ എവിടെ കെട്ടുന്നാണ് ഒരു MLA നിയമസഭയിൽ ചോദിച്ചത്. ഒരു MLA നിയമസഭയിൽ ചോദിക്കാണ് എന്റെ ആടിനെ എവിടെ കെട്ടുന്നു. മൂപ്പര് ആടിനെ കെട്ടുന്ന പ്രശ്നമാണ്. പിണറായി വിജയൻ ഇപ്പൊ പറയുന്നു എന്ത്? അതിവേഗ പാത വേണം. അപ്പോഴേക്ക് 10 വർഷം നമ്മൾ പിറകോട്ട് പോയി. ഒരു 10 വർഷം പിറകോട്ട് പോയി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ട്യൂബ് ലൈറ്റിന്റെ ബുദ്ധിയാണ്.
പഴയ ട്യൂബ്ലൈറ്റ്, ഇപ്പോഴത്തെ ട്യൂബ്ലൈറ്റ് സ്വിച്ച് ഇട്ടാ കത്തും, പഴയ ട്യൂബ്ലൈറ്റ് സ്വിച്ച് ഇട്ടാ കുറച്ച് കഴിയും കത്തണമെങ്കിൽ. അങ്ങനെയാണ്. പണ്ട് മൃഗങ്ങളുടെ രാജാവ്, സിംഹരാജാവ് ഒരു യോഗം വിളിച്ച ഒരു കഥയുണ്ട്. മൃഗങ്ങളുടെ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഓരോ തമാശ പറയണം, ഓരോ മൃഗത്തിന്റെ പ്രതിനിധി ഓരോ തമാശ പറയണം. ഈ തമാശ പറഞ്ഞാൽ മാത്രം പോരാ, എല്ലാവരും ചിരിക്കാൻ കഴിയുന്ന തമാശയാവണം. ആരെങ്കിലും തമാശ പറഞ്ഞിട്ട് ഏതെങ്കിലും മൃഗം ചിരിച്ചിട്ടില്ലെങ്കിൽ തമാശ പറഞ്ഞ ആളെ തല വെട്ടും. ഇതാണ് സിംഹരാജാവിന്റെ കണ്ടീഷൻ. രാജാവിന് എന്ത് കണ്ടീഷൻ വെക്കാലോ. അങ്ങനെ ആദ്യം കുറുക്കൻ വന്നു. കുറുക്കൻ ഒരു ഗംഭീര തമാശ പറഞ്ഞു, എല്ലാവരും ചിരിച്ചു. പക്ഷെ ആമ മാത്രം ചിരിച്ചില്ല, കുറുക്കന്റെ തല വെട്ടി. രണ്ടാമത് കുരങ്ങൻ വന്നു. കുരങ്ങനും ഗംഭീര തമാശ പറഞ്ഞു. സിംഹരാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തലതല്ലി ചിരിച്ചു. പക്ഷെ അപ്പോഴും ആമ മാത്രം ചിരിച്ചില്ല, കുരങ്ങന്റെയും തലവെട്ടി. മൂന്നാമത് കഴുതയുടെ ഊഴാണ്. കഴുത സ്റ്റേജിലേക്ക് വരുമ്പം തന്നെ കൈകൂപ്പി ആമയുടെ മുഖത്ത് നോക്കി കടവുളെ കാപ്പാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. കയറുമ്പം തന്നെ ആമ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ രാജാവ് പറഞ്ഞു, ഇത് കൂട്ടില്ല, കാരണം ഈ കഴുത തമാശയൊന്നും പറയാൻ തുടങ്ങിയിട്ടില്ലല്ലോ, അതിനുമുമ്പ് നീ എന്തിനാ ചിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ കഴുത പറഞ്ഞു, ഞാൻ ആദ്യം ആ കുറുക്കൻ പറഞ്ഞ തമാശ ഓർത്തിട്ട് ചിരിച്ചതാണ്. അപ്പോഴേക്ക് 2 മൃഗങ്ങളുടെ തല വെട്ടിക്കഴിഞ്ഞു. അതുപോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇവർക്ക് നേരം വെളുക്കുമ്പോഴേക്ക് രാജ്യത്തിന് അധികാര കസേരയിൽ നരേന്ദ്രമോദി ഇരിപ്പുറപ്പിച്ചു. ഇവർക്ക് നേരം വെളുക്കുമ്പോഴേക്ക് അതിവേഗപാത 10 വർഷം പിറകിലായി പോയി. അങ്ങനെ പിറകിലായി പോകുന്ന ഒരു മുന്നണിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾ നിലനിൽക്കുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന UDF-ന്റെ കൂടെയാണെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടല്ലേ അഭിമാനത്തോടെ നമ്മൾ വരുന്നത്. ഇവർക്ക് അഭിമാനമില്ലാത്തത് കൊണ്ടല്ലേ ആരുടെയൊക്കെ കൂടെ അപ്പൊ ഇവർ നടക്കുന്നത്. സരിത ഇല്ലേ? ആരാ സരിത? ജയിലിൽ വെച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. വിസിറ്റിന് പോയതല്ല, ജയിലിൽ വെച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ഈ സരിതയാണ് 10 കോടി CPM വാഗ്ദാനം ചെയ്തു ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി കൊടുത്താൽ എന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത്. ഈ സരിതക്കെതിരെയാണ് 33 ക്രിമിനൽ കേസുകൾ. അതും ഏത് കേസ്? ആളുകളെ പറ്റിച്ച കേസുള്ളത് അല്ലേ? CPM-ന് 10 കോടി കൊടുക്കാൻ വാഗ്ദാനം ചെയ്തു CPM എന്ന് സരിത പറഞ്ഞപ്പോ കൈരളി ചാനൽ തട്ടിപ്പുകാരിയുടെ വാർത്താ സമ്മേളനം. ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി കൊടുക്കുമ്പോ വിശ്വസനീയമായ കേന്ദ്രമായ സരിതയിൽ നിന്നുള്ള മൊഴി, തിരുമൊഴി, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ആളുകൾ ചോദിക്കും, 33 കേസ് എടുത്താൽ അതൊരു അക്യൂസ്ഡ് അല്ലേ, കുറ്റാരോപിതയല്ലേ? എങ്ങനെയാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ നമ്മൾ അവർ കുറ്റവാളിയാണെന്ന് പറയുക? എന്നാൽ സരിതയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സോളാർ കേസിൽ കേരളത്തിലെ കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് സരിത. കുറ്റാരോപിത മാത്രമല്ല, കുറ്റം തെളിഞ്ഞ് ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ നൽകിയ ഒരു വ്യക്തിയാണ് സരിത. ആ സരിതയുടെ മൊഴിയാണോ കേരളം വിശ്വസിക്കേണ്ടത്? ഇത്തരത്തിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത വാക്കുകളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ മൊഴിമുത്തുകളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കേരള യാത്ര തുടങ്ങുന്ന ദിവസം പാർട്ടിയുടെ നിയമസഭാ പാർട്ടി ലീഡർ, ഈ യാത്രയുടെ നായകൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനം എഴുതി. ആ പത്രത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലപാടില്ല സംഘപരിവാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ. അതിന് മറുപടിയായി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്, 4 വോട്ടിന് വേണ്ടി വർഗീയവാദികളുമായി സന്ധി ചെയ്ത പാരമ്പര്യം മുസ്ലിം ലീഗിന് ഇല്ല എന്നാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്നാണ്. ആ പാരമ്പര്യമുള്ളത് ലീഗിനാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിക്കട്ടെ. 4 വോട്ടിന് വേണ്ടി വർഗീയവാദികളുമായി സന്ധി ചെയ്ത പാർട്ടി ആരാണ്? ബാബരി മസ്ജിദിന്റെ തകർച്ച നമുക്ക് ഓർമ്മയില്ലേ? ആ ബാബരി മസ്ജിദിന്റെ തകർച്ച ഉണ്ടായപ്പോ രാജ്യം മുഴുവനും ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ നോക്കി ആത്മസംയമനം പാലിക്കണം എന്ന് പറഞ്ഞപ്പോ ആത്മസംയമനത്തിന്റെ ആട്ടുതൊട്ടിലിൽ താരാട്ടുപാടി ഉറക്കുകയാണ് പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചവരില്ലേ? അബ്ദുൽ നാസർ മൗദനിയുടെ ISS PDP, പിന്നീട് കടന്നു വന്ന NDF, സുഡാപ്പി, വെൽഫെയർ പാർട്ടി, ഏതു പാർട്ടിയാകട്ടെ, ഈ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളെ മുഴുവനും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്? എവിടെയൊക്കെ ആയിരുന്നു ലീഗ് തോറ്റുപോയത്? ഗുരുവായൂരിൽ തോറ്റുപോയില്ലേ? നമ്മുടെ പ്രിയങ്കരനായ അലരിത്തുള്ളുന്ന തിരമാലകളെയും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഒരു നിമിഷത്തേക്ക് നിശബ്ദമാക്കുന്ന ശബ്ദ ഗാംഭീര്യത്തിന്റെ ഉടമ എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്ന അബ്ദുൽ സമദാനി സാഹിബ് പരാജയപ്പെട്ടു പോയില്ലേ?
ഒറ്റപ്പാലത്ത് 1,40,000-ൽ പരം വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത്. മലപ്പുറത്തൊക്കെ ലീഗ് പടപടാന്ന് തോറ്റുപോയില്ലേ? ഷാജി സാഹിബ് എപ്പോഴും പറയാറുണ്ട്. ലീഗ് നിലപാട് മാറ്റിയോ? അന്ന് ശിയാബ്ദങ്ങൾ പറഞ്ഞൊരു കഥയുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്കി, കേരളത്തിലെ മുസ്ലിങ്ങളോട് മാത്രമായിരുന്നില്ല ശിയാബ്ദങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബാബരി പള്ളി പൊളിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ? നിങ്ങൾക്ക് തെറ്റുപറ്റി. ശിയാബ്ദങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റി. ബാബരി പള്ളി പൊളിച്ചതിൽ വേദനിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികൾ. അവിടെ നിർത്തിയില്ല ശിഹാബ്ദങ്ങൾ. തങ്ങൾ പിന്നെയും പറഞ്ഞു, നിങ്ങൾക്കറിയോ ബാബരി പള്ളി പൊളിക്കാൻ വേണ്ടി RSSകാർ കടന്നു വരുമ്പോ, സംഘപരിവാരങ്ങൾ കടന്നു വരുമ്പോ, അരുത്, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, ഇത് തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കടന്നു വന്നത് മുസ്ലിം പള്ളിയിലെ ഏതെങ്കിലും ഇമാമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. തങ്ങൾ പറഞ്ഞതാ. അവിടെയും നിർത്തിയില്ല തങ്ങൾ പറഞ്ഞു, കാവി വസ്ത്രം ധരിച്ച, രുദ്രാക്ഷമാലയണിഞ്ഞ മഹന്ത്ലാൽ ദാസ് എന്ന് പറയുന്ന സന്യാസിയാണ്. അരുത്, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, ഇത് തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആദ്യമായി കടന്നു വന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവിടെയും നിർത്തിയില്ല. പ്രിയപ്പെട്ട UC രാമൻ ഉൾപ്പെടെയുള്ള ദളിത് ലീഗിന്റെ നേതാക്കന്മാരും ഇങ്ങോട്ട് കടന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെയും നിർത്തിയില്ല ശിഹാബ് തങ്ങൾ പിന്നെയും പറഞ്ഞു, ബാബരി പള്ളി പൊളിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ രാജ്യത്ത് ആദ്യമായി പടഞ്ഞു വീണ് മരിച്ചത് ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾക്ക് തെറ്റുപറ്റി. ശിഹാബ്ദങ്ങൾ പറഞ്ഞത് ബാബരി പള്ളി പൊളിച്ച് ഒരുപക്ഷെ അവിടെ രാമക്ഷേത്രം ഉയരുകയാണെങ്കിൽ അവിടെ മുഖ്യ പൂജാരിയാകേണ്ടിയിരുന്ന മഹന്ത്ലാൽ ദാസ് എന്ന് പറയുന്ന സന്യാസിയാണ്. ബാബരി പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ രാജ്യത്ത് ആദ്യമായി പടഞ്ഞു വീണ് മരിച്ചത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ തങ്ങളെ കുറിച്ചല്ലേ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പറഞ്ഞത്, ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് സെക്കുലർ പൊളിറ്റിക്സ്, മതേതര രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ പ്രവാചകൻ. ലീഗിന്റെ നേതാക്കന്മാർ അങ്ങനെയാണ്. പാണക്കാട് തങ്ങന്മാരുടെ ദൗത്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കൽ മാത്രമല്ല, ഈ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കുക എന്ന കേരളം ചുമതലപ്പെടുത്തിയ ഒരു വലിയ ദൗത്യവുമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് പാണക്കാട്ടെ കൊടപ്പലക്കൽ തറവാട്ടിലെ തങ്ങന്മാരെന്നും ആ തങ്ങന്മാരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെന്നും അഭിമാനത്തോടു കൂടി പറയുന്നവരാണ് മുസ്ലിം ലീഗുകാർ. ഇത് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ലീഗാണ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഞങ്ങളല്ല 4 വോട്ടിന് വേണ്ടി. നിങ്ങളല്ലേ? അരുവിക്കരയിൽ നിങ്ങൾ തോറ്റപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു, സൂക്ഷിക്കണം, ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പേടിയുണ്ട്. എന്താ? ഭൂരിപക്ഷങ്ങൾക്ക് ഒരു പേടിയുണ്ട്. എന്താ സംശയം? എന്താ? ന്യൂനപക്ഷങ്ങളെ വല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സഹായിക്കുന്നുണ്ട്, അതൊന്ന് മാറ്റണം. ഉടനെ വന്നു പ്രസ്താവന. തോമസ് ഐസക് കേരളത്തിന്റെ നിയമസഭയിൽ, ഷാജി സാഹിബ് ഇവിടെ ഉണ്ട്, നിയമസഭയിൽ തോമസ് ഐസക് പറഞ്ഞു, മുനീർ മുസ്ലിം പഞ്ചായത്ത് ഉണ്ടാക്കുന്നു. ആളുകൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു പഞ്ചായത്തോ? മുനീർ എങ്ങനെ മുസ്ലിം പഞ്ചായത്ത് ഉണ്ടാക്കുക? നോക്കുമ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് മുനീർ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തില്ലേ? ഇപ്പൊ പാലാ മുനിസിപ്പാലിറ്റി നോക്കിയാൽ ക്രിസ്തു മത വിശ്വാസികൾക്ക് മഹാഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ്. ക്രിസ്തു മുനിസിപ്പാലിറ്റി ഇക്കാലം വരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ചോദിക്കട്ടെ, ഹൈന്ദവർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളില്ലേ നമ്മുടെ നാട്ടിൽ? ഹിന്ദു പഞ്ചായത്ത് എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്നാൽ തോമസ് ഐസക്, കേരളത്തിലെ പ്രഗത്ഭനായ സാമൂഹ്യക്ഷേമ പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ MK മുനീർ പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കിയപ്പോ മുസ്ലിം പഞ്ചായത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. എന്തിനാ? ഭൂരിപക്ഷ വർഗീയത ഉണ്ട് എന്നും ആ വർഗീയതയെ താലോലിച്ചാൽ മാത്രമേ ഭൂരിപക്ഷത്തിന് പിന്തുണ കിട്ടൂ എന്നും മാർക്സിസ്റ്റ് പാർട്ടി തെറ്റിദ്ധരിച്ചതുകൊണ്ട്. സത്യത്തിൽ എന്തിനാണ് ഡോക്ടർ MK മുനീർ സാഹിബ് UDF മുസ്ലിം ലീഗ് പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കിയത്? നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലും കർണാടകയിലും ഒരു പഞ്ചായത്തിൽ 5000 മുതൽ 15000 വരെയാണ് ജനസംഖ്യ. കേരളത്തിൽ 45,000 മുതൽ 60,000 വരെയാണ്. എന്താ വ്യത്യാസം എന്നറിയോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്ലാൻ ഫണ്ട് വിഹിതം വെക്കുമ്പോ കർണാടകയിലും തമിഴ്നാട്ടിലും ആളോഹരി ഒരാൾക്ക് കിട്ടുന്നതിന്റെ എത്രയോ കുറവായിരിക്കും കേരളത്തിൽ. കാരണം എന്താ? കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോപ്പുലേഷൻ കൂടുതലാണ്. അതിന് വല്ലാതെ കണക്കൊന്നും പഠിക്കേണ്ട, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഡോക്ടർ MK മുനീറും മുസ്ലിം ലീഗും UDFും എന്ത് തീരുമാനിച്ചു? പോപ്പുലേഷൻ കൂടുതലുള്ള പഞ്ചായത്ത് വിഭജിക്കാൻ വേണ്ടി. ചില പഞ്ചായത്തിൽ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും കൂടുതൽ, ചില പഞ്ചായത്തിൽ മറ്റു മതസ്ഥരായിരിക്കും കൂടുതൽ. അങ്ങനെ മതമൊന്നും നോക്കാതെ പോപ്പുലേഷൻ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കിയതിനെ കേരളത്തിൽ ബുദ്ധിജീവി എന്ന് സ്വയം അവകാശപ്പെടുന്ന ബുദ്ധിയില്ലാത്ത ജീവി തോമസ് ഐസക് കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞു, മുസ്ലിം ലീഗ് മുസ്ലിം പഞ്ചായത്ത് ഉണ്ടാക്കുന്നു. വർഗീയതയായിരുന്നില്ലേ?
പച്ചബോർഡിന്റെ കാര്യമൊന്നും ഞാൻ വിശദീകരിക്കുന്നതിൽ എത്രയോ തവണ നമ്മൾ പറഞ്ഞതാണ്. സ്വാമി വിശ്വഭദ്രാനന്ദ സരസ്വതി വർത്തമാനം പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. സ്വാമിജി പറയാണ്, ആലപ്പുഴ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം കേട്ട് ഞാൻ തലയിൽ കൈവച്ച് പോയി. എന്താ പ്രസംഗം എന്നറിയാം? അബ്ദുറബ്ബ് രാജിവെക്കണം, അതാണ് ആവശ്യം. എന്തിനാണ്? ആലപ്പുഴ ഒരു സ്കൂളിൽ ബ്ലാക്ക് ബോർഡ് മാറ്റി പച്ചബോർഡ് വെച്ചിട്ടുണ്ട്. സ്വാമിജിന്റെ സ്കൂളാണ്. സ്വാമിജി പറയാം, ഞാൻ അവിടെ പച്ചബോർഡ് വെക്കാനുള്ള കാരണം ശാസ്ത്രം പറയുന്നു കുട്ടികൾക്ക് കണ്ണിന് കുളിർമയുള്ളത് ബ്ലാക്ക് അല്ല പച്ചയാണ്, അതുകൊണ്ട് ഞാൻ പച്ചബോർഡ് വെച്ചു. ഈ പച്ചബോർഡ് വെച്ചത് ലീഗിന്റെ വർഗീയതയാണ്. ഇതിന്റെ പിറകിൽ അബ്ദുറബ്ബാണ്. അതുകൊണ്ട് അബ്ദുറബ്ബ് രാജിവെക്കണമെന്ന് CPM-ന്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ സ്വാമിജി തലേ കൈവച്ചു പോയി. എന്നിട്ട് സ്വാമിജി പത്രത്തിൽ ലേഖനം എഴുതിയിട്ട് പറയാണ്, ആ സ്കൂളിന്റെ പേര് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിന്. ഇത് സംഘപരിവാരങ്ങളാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ കാര്യം? ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിക്കലാണ് അവരുടെ ജോലി. എന്തിനാ മാർക്സിസ്റ്റ് പാർട്ടി ഇത് ഏറ്റെടുക്കുന്നത്? ശ്രീമതി ടീച്ചർ ഇപ്പോഴും ഈ നവകേരള യാത്രയിൽ ലീഗിനെതിരെ പ്രസംഗിക്കാൻ മാത്രം ഒരാൾ, അത് ശ്രീമതി ടീച്ചർ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഒരാൾ, KT ജലീൽ. അതിന്റെ ഒരു സൂചനയാണ് മൂപ്പർ നിസ്കരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ. അപ്പോഴാണ് ഫേസ്ബുക്കിൽ താഴെ ഒരാൾ കമന്റ് ഇട്ടു, നിസ്കാര തൊഴിലാളി CPM ഉണ്ടാക്കുകയാണ്, യൂണിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഏറ്റവും യോഗ്യൻ KT ജലീലാണെന്ന്. ഇത്ര ഒരാളുടെ നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ ഫോട്ടോ എടുത്ത്, എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇതൊക്കെ അനുവദിക്കുന്നു ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും അന്യല്ലാതെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. ലീഗിനെ തെറി പറയാൻ ഒരാൾ, മാർക്സിസ്റ്റ് പാർട്ടി മതേതര കക്ഷിയാണെന്ന് പറയാൻ വേറൊരാൾ. ഇതുപോലെ ഗതികെട്ട ഒരു പാർട്ടി വേറെ ഉണ്ടോ കേരളത്തിൽ? നിങ്ങൾ എന്തിനാണ് സംഘപരിവാരങ്ങളുടെ ഈ വാദം ഏറ്റെടുത്തത്? ചോദിക്കട്ടെ, നിങ്ങൾ ഞാൻ കുന്നമംഗലത്തുള്ള ആളാണ്. അവിടെ തൊട്ടടുത്താണ് IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. എല്ലാ ക്ലാസ് മുറിയിലും ഒന്ന് പോയി നോക്കട്ടെ. എല്ലാ ക്ലാസ് മുറിയിലും ബ്ലാക്ക് ബോർഡിന് പകരം പച്ചബോർഡ്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് അബ്ദുറബ്ബിന്റെ കീഴിലുള്ള സ്ഥാപനമല്ല, സാക്ഷാൽ സ്മൃതി ഇറാനിയുടെ വകുപ്പാണ്, കേന്ദ്രത്തിന്റെ വകുപ്പാണ്. BJP-ക്കാരി, നല്ല അസല് BJP-ക്കാരി. കുന്നമംഗലത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIT. ഒന്നും ക്ലാസ് മുറിയിൽ വെറുതെ സഹാക്കളൊന്ന് പോയി നോക്കട്ടെ. എല്ലാ ക്ലാസ് മുറിയിലും പച്ചബോർഡ്. ഞാൻ അതും വിശ്വസിക്കേണ്ട. കേരളത്തിലെ CBSE സ്കൂളുകൾ പരിശോധിക്കട്ടെ, 90% CBSE സ്കൂളുകളിലും പച്ചബോർഡ്, അതും കേന്ദ്രത്തിൻ്റെതാണ്. ഞാൻ അതൊന്നും വിശ്വസിക്കേണ്ട. ഇവരുടെ DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രദീപ് കുമാർ, അദ്ദേഹത്തിന്റെ മണ്ഡലം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ ക്ലാസ് മുറിയിലും MLA ഫണ്ട് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡ് മാറ്റി പച്ചബോർഡ് വെച്ചു. ഇതൊന്നും ഇവർക്ക് ഇപ്പോഴും വിശ്വാസമല്ല, അല്ലെ വിശ്വസിക്കില്ല. എന്താ കാര്യം? ലീഗ് പച്ച എന്ന് പറഞ്ഞാൽ ലീഗ് വർഗീയതയാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ചില കാരണങ്ങളാണ്. ഞാൻ MA തങ്ങളോടും MC വടകരോടൊക്കെ ലീഗിന്റെ സൈദ്ധാന്തികരായ നേതാക്കന്മാരോട് ചോദിച്ചു, ലീഗിന് ഈ പച്ചയുമായി വല്ല ബന്ധവും, വൈകാരികമായ ബന്ധവും ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ലീഗിന്റെ ഒരു കൊടിയുടെ നിറം എന്നതിൽ കവിഞ്ഞ് വൈകാരികമായ ഒരു ബന്ധമില്ല, വിശ്വാസപരമായിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ദേശീയ പതാകയിൽ ഒരു കളർ, 3 കളറിൽ ഒന്ന് പച്ചയല്ലേ? ജനതാദളിന്റെ കൊടിയുടെ നിറം പച്ചയല്ലേ? ഒരു പാർട്ടിയുടെ കൊടിയുടെ നിറം എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും സ്കൂളിൽ പച്ച ബോർഡ് വെക്കുമ്പോഴേക്ക് അവിടെ കാണുന്ന കുട്ടികൾ മുഴുവനും ലീഗാണെന്ന് വിശ്വസിക്കാൻ മാത്രം ഇവരെ പോലെ വിഡ്ഢികളാണ് മുസ്ലിം ലീഗുകാർ എന്നാണോ ഇവർ കരുതിയത്? ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും സംഘപരിവാരങ്ങൾ ഗംഗ എന്നുള്ളത് ഇപ്പൊ ഇന്നലെയും പ്രസംഗിച്ചില്ലേ? ഇന്നലെയും പ്രസംഗിച്ചു KT ജലീൽ. എന്താ കാര്യം? KT ജലീലും പ്രേംനാഥും നാട്ടിൽ മുഴുവൻ പ്രസംഗിക്കുകയാണ്. എന്താണ്? അബ്ദുറബ്ബ് ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഗംഗ എന്നുള്ള ബോർഡ് കണ്ടു. ഉടനെ അബ്ദുറബ്ബ് പറഞ്ഞു, മോനേത് ഗംഗ എന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളുടെ ഗംഗാദേവിയാണ്, ഈ വീട്ടിലൊന്നും എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ആ ബോർഡ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് തൗഫീഖെന്ന് വെക്ക്. ഇത് സംഘപരിവാരങ്ങളാണ് ആദ്യം ഈ കഥ മെനഞ്ഞത്. അത് പ്രചരിപ്പിക്കുന്ന ആരാണ്? സംഘപരിവാരങ്ങൾ മെനഞ്ഞോട്ടെ. എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് ഏറ്റെടുക്കുന്നത്? എന്തിനാണ് MA ബേബി, കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, എന്തിനാ ഇത് ചാനൽ ചർച്ചയിലൊക്കെ ഇത് പറയണത്? നാണല്ലേ നിങ്ങൾക്ക്? ഹിന്ദു മതവിശ്വാസികളുടെ ഒരു ദേവത അത് ഗംഗ, അതുകൊണ്ട് അബ്ദുറബ്ബിന് അവിടെ താമസിക്കാൻ പറ്റി. സത്യത്തിൽ എന്താ? ഇടതുപക്ഷത്തിന്റെ കാലത്തുണ്ടാക്കിയ മന്ത്രിയുടെ വീടാണ്. അബ്ദുറബ്ബിന് മാത്രമല്ല, കുറെ മന്ത്രിമാർക്ക് പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട്. UDF-ന്റെ കാലത്ത് പണി പൂർത്തിയായപ്പോൾ വീട്ടിലേക്ക് പുതിയ വീട്ടു പ്രവേശനം നടക്കുന്നതിന് മുമ്പായി ടൂറിസം മന്ത്രി, ഈ ചുമതലയുള്ള ഈ വീടുകളുടെ ചുമതലയുള്ള ടൂറിസം മന്ത്രി അനിൽകുമാറോട് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു, നാട്ടിലെ വീട്ടിന്റെ പേര് ഗെയ്സ് എന്നാണ്, അത് ഇടൊന്നും വല്ല കുഴപ്പമുണ്ടോ? അനിൽകുമാർ പറഞ്ഞു, ഒരു കുഴപ്പമില്ലട്ടോളം പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രേസ് എന്ന് പേരിട്ടു. അതാണ് സംഘപരിവാരങ്ങൾ കഥ മെനഞ്ഞ് തൗഫീഖാക്കിയത്. ആ കഥ ഏറ്റെടുക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ജലീൽ നാട്ടിൽ വൈകാരികമായി അവതരിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. എന്താ കഥ എന്നറിയോ? തലശ്ശേരിയിലെ സെയ്താർ പള്ളി തകർക്കാൻ വേണ്ടി വരുമ്പോ സഖാവ് കുഞ്ഞിരാമൻ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി, അരുത്, ഈ പള്ളി തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു നിരായുധനായി RSSകാരുടെ മുമ്പിൽ നീണ്ടു നിവർന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, സഖാവ് കുഞ്ഞിരാമൻ.
നാട്ടിൽ മുഴുവൻ പ്രസംഗിക്കും. വികാരഭരിതമായിട്ടാണ്. ജലീൽ ഞാനൊന്നും പ്രസംഗിക്കുന്ന പോലെയല്ലോ പ്രസംഗിക്കുക. ആളുകൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് കാത്തു നിൽക്കും, എന്നിട്ട് ഇങ്ങനെ കേൾക്കും. ജലീൽ പറയും, സഖാക്കൾ ഇങ്ങനെ ഈ സഖാവ് കുഞ്ഞിരാമൻ ഇങ്ങനെ നിൽക്കുമ്പോ RSSകാർ കത്തിയും വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോ പള്ളി പൊളിക്കുമെന്ന് കണ്ടപ്പോ സഖാവ് കുഞ്ഞിരാമൻ പറഞ്ഞു അത്രേ, ഈ പള്ളി പൊളിക്കണമെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിട്ടല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന്. ഒരു RSSകാരന് ഒരു കത്തി എടുത്തിട്ട് കുഞ്ഞിരാമന്റെ നെഞ്ചിലേക്ക് കുത്തി അവിടെ പടഞ്ഞു വീട് മരിച്ചു. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പടഞ്ഞു വീണ് മരിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് സഖാവ് കുഞ്ഞിരാമനാണെന്നാണ് KT ജലീൽ പറയണത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കഥയേ ഇല്ല എന്ന് പറഞ്ഞു. ഈ കഥകൾ നമുക്ക് ഉണ്ടാക്കി പറയാം, കാരണം നല്ല മെസ്സേജ് കൊടുക്കുന്ന കഥകൾ നല്ലതാണ്. ഈ കഥ സത്യത്തിൽ ആർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ പ്രചരണം ഏറ്റെടുത്ത, ഈ സംഘപരിവാരങ്ങളുടെ പ്രചരണം ഏറ്റെടുത്ത CPM നേതാക്കന്മാർക്കല്ലേ? ഇവരിത് പ്രചരിപ്പിച്ചുകൊണ്ടല്ലേ CPMകാരുടെ മനസ്സിലുള്ള ചുവപ്പ് മാഞ്ഞ് കാവി ഇങ്ങനെ മല്ല പുറത്തേക്ക് വരാൻ തുടങ്ങിയത്? നമ്മളത് കണ്ടത് എവിടെയാണ്? നാദാപുരത്തല്ലേ. ഷിബിൻ കൊല ചെയ്യപ്പെട്ടപ്പോ ചുവപ്പ് മാഞ്ഞ് കാവി പുറത്തു വന്നത് നമ്മൾ കണ്ടില്ലേ? ഈ കുഞ്ഞിരാമന്റെ അനുയായികളാണല്ലോ ഇവർ പറയുന്ന സഖാക്കള്. ഷിബിൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞത് ആദ്യമായി? CPIയുടെ MLA വിശ്വൻ, നാദാപുരത്തിന്റെ MLA. നാട്ടിൽ എന്തോ കശപിശ ഉണ്ടായി, ഒരു കൊലപാതകം ഉണ്ടായി. അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ. ഏത് കൊലപാതകവും അപലപനീയമാണ്. അക്കാര്യത്തിൽ ലീഗിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ ഈ ഷിബിൻ കൊല ചെയ്യപ്പെട്ടപ്പോ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് പറഞ്ഞു? കൊന്നത് ലീഗുകാരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയണം. എന്താ കാര്യം എന്നറിയോ? ചന്ദ്രശേഖരനെ കൊന്ന് 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തി. ഞങ്ങളുടെ പ്രിയപ്പെട്ട തളിപ്പറമ്പിലെ അരിയിൽ ശുക്കൂറിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത വിധം പരിഹാസ്യരായ ക്രൂരന്മാരായ ഒരു പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി നിൽക്കുമ്പോഴാണ് ഒരു കൊലപാതകം വീണ് കിട്ടുന്നത്. ഉടനെ പറഞ്ഞു ലീഗുകാരാണ് കൊന്നതെന്ന്. പറയണം, അങ്ങനെ പറഞ്ഞോട്ടെ, അത് രാഷ്ട്രീയമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ ആക്രമിക്കും, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ വീടുകൾ ആക്രമിക്കും, മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങൾ ആക്രമിച്ചത്? എന്തിനാണ് പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയുടെ വാഹനങ്ങളും സ്ഥാപനങ്ങളും മദ്രസയും നിങ്ങൾ തല്ലി തകർത്തത്? ഇത്രയും കാലം നിങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്ത എത്ര വീടുകളാണ് നിങ്ങൾ കൊള്ള ചെയ്തത്? എന്താ കാര്യം? ചുവപ്പ് മാഞ്ഞ് കാവി പുറത്തു വന്നു. എന്താ കാര്യം? ഇവര് പറഞ്ഞു കൊടുത്ത വർഗീയത. കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. സംഘപരിവാരങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾ പോലും ഓരോ തരത്തിനനുസരിച്ച് ഈ നാട്ടിലെ വർഗീയ കാർഡുകൾ ഇറക്കി, ഈ നാട്ടിൽ ഭിന്നതയുണ്ടാക്കി, നാട്ടിന്റെ അധികാര കസേരയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. കരുതിയിരിക്കണം പ്രിയപ്പെട്ടവരെ. മറ്റൊന്ന്, സമീപകാലത്ത് വന്ന ഒരു വിവാദം നിങ്ങൾക്കറിയാം. എന്താ വിവാദം? നമ്മുടെ ക്ഷേത്രങ്ങളുടെ വരുമാനമെടുത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൊടുക്കുന്നു എന്നാണ് നമ്മളെ വിശകല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചത്. നിങ്ങൾ ആ സംഭവം പറയുന്നതിന് തൊട്ടുമുമ്പ് മറ്റൊരു കാര്യം ആലോചിക്കണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരു ലേഖനം എഴുതി. വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു, 84-ൽ അശോക് സിംഗാളിന്റെ നേതൃത്വത്തിൽ RSSകാർ, വിശ്വ ഹിന്ദു പരിഷത്തുകാർ ബാബരി പള്ളി പൊളിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ അവരെ സ്വീകരിക്കാൻ ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ബൊക്കയും പൂമാലയുമായിരുന്നില്ല, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഹോക്കി സ്റ്റിക്കുകളായിരുന്നു. ഹോക്കി സ്റ്റിക്കുകൾ കൊണ്ട് അടിച്ചോടിച്ചു RSSകാരെ ഹൈന്ദവ സഹോദരങ്ങൾ. എന്നിട്ട് വെങ്കടേഷ് രാമകൃഷ്ണൻ പറയാണ്, 92 ഡിസംബർ 6-ന് ബാബരി പള്ളി പൊളിക്കാൻ വേണ്ടി സംഘപരിവാരങ്ങൾ കടന്നു വന്നപ്പോ മഹന്ദലാൽ ദാസ് അല്ലാതെ മറ്റൊരു സുഹൃത്തും ഒരു മനുഷ്യനും ആ പരിസരത്തുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം വെങ്കടേഷ് രാമകൃഷ്ണൻ പറയുന്നു, 84-ന് ശേഷം 8,000-ഓളം ക്ഷേത്രങ്ങൾ, അയോധ്യയുടെ പരിസരത്തുള്ള 8,000-ഓളം ക്ഷേത്രങ്ങളുടെ ഭരണം RSSകാർ പിടിച്ചെടുത്തു. ആ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ച് വർഗീയത പ്രചരിപ്പിച്ചു. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നത് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണെന്ന് വെങ്കടേഷ് രാമകൃഷ്ണൻ. കേരളത്തിൽ എന്തിനാണ് വിശകല ടീച്ചർമാർ ഇത് പറയണത്? ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിലാണ് ക്ഷേത്രങ്ങൾ. അപ്പൊ ക്ഷേത്രങ്ങൾ ഹൈന്ദവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിട്ടുകൊടുക്കേണ്ടത്? യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾക്കാണോ? അദ്വേഷ്ടാം സർവഭൂതനാം മൈത്ര കരുണേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സനാതനാം യോഗി യഥാർത്ഥ ദൃഢനിശ്ചയ മര്യർത്ഥ മനോബുദ്ധിയോ മത്ഭക്ത സമയപ്രായ. സകല ജീവജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത, കാരുണ്യമുള്ള, അഹങ്കാരമില്ലാത്ത, ദൃഢനിശ്ചയമുള്ള ഏതെങ്കിലും ഭക്തന്മാർ അവശേഷിക്കുന്നോ? അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എന്ന് ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഹിന്ദുമത വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നാണോ വിശകല ടീച്ചർ പറഞ്ഞത്? അല്ല. ഈ പ്രവീൺ ഭായ് തൊഗാഡിയമാരും വിശകല ടീച്ചർമാരും കുമ്മനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന RSSന്റെ കീഴിലുള്ളവർക്ക്
അതിന് പറഞ്ഞ പ്രയോഗമാണ് എന്ത്? ക്ഷേത്ര വരുമാനം എടുത്തിട്ട് കൊടുക്കുന്നു. ആർക്ക്? മുസ്ലിങ്ങൾക്ക്. മുസ്ലിം പള്ളിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടോ? ഇവിടെയുള്ള പള്ളിയിൽ നിന്ന് എടുത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടോ? ചിലർക്കൊക്കെ ഒരു സംശയം. ഈ സംശയമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കേരളത്തിലെ പ്രഗത്ഭനായ നിയമസഭാ സാമാജികൻ KPCCയുടെ ഉപാധ്യക്ഷൻ VD സതീശൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. ക്ഷേത്ര വരുമാനം എടുത്ത് ക്ഷേത്ര ഇതര കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ടോ? കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രി പ്രഗത്ഭനായ VS ശിവകുമാർ മറുപടി പറഞ്ഞു, ക്ഷേത്ര വരുമാനം എടുത്ത് ക്ഷേത്ര ഇതര കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നില്ല എന്നു മാത്രമല്ല, ഇക്കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 500 കോടി രൂപ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വികസനത്തിനും വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചു. വിശാൽ ടീച്ചർ പ്ലിങ് നമ്മളെ ഫേസ്ബുക്കിലെ പുതിയ ഭാഷ പറഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളാണ് പിന്നെ പറയണം. കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം ഹിന്ദുമത വിശ്വാസം. അവർക്ക് ജാഗ്രതയുണ്ടെന്ന് നമുക്കറിയാം. നാട്ടിലെ ഹിന്ദുമത വിശ്വാസികൾ, ഞാൻ പറയട്ടെ, ഹിന്ദിയിൽ ഏറ്റവും വലിയ സെക്കുലറിസ്റ്റുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഹിന്ദുമത വിശ്വാസികളാണെന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. എന്താ കാര്യം? അവരാണ് ഭൂരിപക്ഷമുള്ളത്. ആ ഭൂരിപക്ഷം വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ പുകിലുണ്ടാകുമായിരുന്നു. എത്ര പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് BJP പോലും രാജ്യത്തിന്റെ അധികാരത്തിൽ വന്നത്. അതും 31% വോട്ടേ ഉള്ളൂ. 69% എതിരാണ്. കേവലം 31% ഇപ്പോഴും BJP കിട്ടിയിട്ടുള്ളൂ. ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ അവർ മുറുകെ പിടിക്കുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ്. ഒരു സംശയം വേണ്ട. അതുകൊണ്ടല്ലേ മുസ്ലിം ലീഗ് ഇവിടെ അഭിമാനത്തോടു കൂടി ഈ കേരള യാത്രയുമായി കടന്നു വന്ന് ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട്, ഈ രാജ്യത്തെ മതമുള്ളവനോട്, ഈ രാജ്യത്തെ മതമില്ലാത്തവനോട് അങ്ങനെ പറയാൻ കെൽപ്പുള്ള ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, അത് പാണക്കാട് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന്. നമുക്ക് എവിടെയും പറയാലോ. ലീഗിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടില്ലേ? അതൊരു വിശ്വാസം. ഞാൻ പലപ്പോഴും പറയാണ്, ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാം, ഈ വിശ്വാസം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. മുസ്ലിം ലീഗിന് അർപ്പിച്ച് നൽകിയ ഇപ്പൊ കുമ്മനം രാജശേഖരൻ ഒരു സർട്ടിഫിക്കറ്റ് തന്നല്ലോ. സത്യത്തിൽ കുമ്മനം രാജശേഖരന്റെ സർട്ടിഫിക്കറ്റ് ആണോ ലീഗിന് വേണ്ടത്? കേരളത്തിലെ ജനങ്ങളുടെ മതേതര വിശ്വാസികളുടെ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് ലീഗിന് കിട്ടിയത് കൊണ്ടല്ലേ 20 MLA-മാർ കേരളത്തിലെ നിയമസഭയിലുള്ളത്. അതുകൊണ്ടല്ലേ 2 MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിലുള്ളത്. മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാ. അഴീക്കോട് KM ഷാജി MLA ആയത് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാ. കളമശ്ശേരിയിൽ VK ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചു കയറിയത് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാ. തിരുവമ്പാടിയിൽ C മോയിൻകുട്ടി ജയിച്ചത് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാ. ഈ നാട്ടിലെ ഹൈന്ദവരും, ഈ നാട്ടിലെ ക്രൈസ്തവരും, ഈ നാട്ടിലെ മതമുള്ളവനും, ഈ നാട്ടിലെ മതമില്ലാത്തവനും ലീഗിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതൊരു വിശ്വാസമാണ്. ഏതാ വിശ്വാസം? ഒരിക്കലൊരു വിമാനം ആകാശത്തൂടെ തന്നെ പോവാണ്. അപ്പോഴാണ് വിമാനം എയർപോക്കറ്റ് കുടുങ്ങിയത്. വിമാനം എയർപോക്കറ്റ് കുടുങ്ങിയാൽ വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകൾക്കറിയാം കുലുങ്ങും. അപ്പോഴാണ് എയർ ക്രൂ അനൗൺസ് ചെയ്യും, എത്രയും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റിൽ വന്നിരിക്കണം. വിമാനം കുലുങ്ങിയപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ട് ആളുകൾ ഇരിക്കാൻ തുടങ്ങി. വീണ്ടും അതിശക്തമായി വിമാനം കുലുങ്ങിയപ്പോൾ മുകളിലെ ലഗേജൊക്കെ അങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പൈലറ്റ് അനൗൺസ് ചെയ്തു, ടോയ്ലറ്റിൽ പോയവരൊക്കെ പെട്ടെന്ന് വന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റിലിരിക്കണം. ഈ ആളുകളുടെ തലയിലേക്ക് ലഗേജ് വീഴാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഭയന്ന് കരഞ്ഞു. വിമാനം എന്തോ അപകടത്തിൽപ്പെടാൻ പോകുന്നു. കൊച്ചിയിൽ ഈ അടുത്തൊരു വിമാനം അങ്ങനെ ലാൻഡ് ചെയ്തപ്പോൾ സംഭവം ഉണ്ടായത് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. ആളുകൾ ഇങ്ങനെ ഈ വിമാനം അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്ന് വിചാരിച്ച് ഭയന്ന് കരയുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു സീറ്റിൽ നിന്ന് ഒരു ചിത്രം വായിച്ച് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത ഇരുന്ന യാത്രക്കാർ ചോദിച്ചു, മോളെ നിനക്ക് പേടിയൊന്നുമില്ലേ? നീ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്ന് വിചാരിച്ച ആളുകളൊക്കെ ഭയന്ന് കരയുമ്പോൾ നീ മാത്രം എന്താ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ കുട്ടി പറഞ്ഞു, ചേച്ചി നിങ്ങൾ അറിയോ ആരാണ് ഈ വിമാനത്തിന്റെ പൈലറ്റ് എന്ന്? നിങ്ങൾക്കറിയോ ആരാണ് ഈ വിമാനത്തിന്റെ പൈലറ്റ് എന്ന്? എൻ്റെ അച്ഛനാണ് ഈ വിമാനത്തിന്റെ പൈലറ്റ്. എൻ്റെ അച്ഛൻ ഈ വിമാനം ഓടിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അപകടവും പറ്റില്ല എന്നത് എൻ്റെ വിശ്വാസമാണ്. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് സെയ്ദ് ഹൈദർലി ശാബ്ദങ്ങളും നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ മതേതരത്വത്തിന് ഒരു പോർലമേൽപ്പിക്കാനാവില്ല എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം മുറുകെ പിടിക്കുക എന്നതാണ് ഈ കേരള യാത്രയിലൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.